ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ആയി, മഞ്ഞുണ്ട് കേട്ടോ കുറച്ച്. ഇന്നെന്തോ ഇത് ഇരുട്ട് പോലെ കിടക്കണം ചെറുതായിട്ട്. 6:30 കഴിഞ്ഞിട്ടും ഇതായിട്ടേക്കാം. കുഞ്ഞു എൻ്റെ കൂടെ നടക്കണേ. കുഞ്ഞു കുഞ്ഞു മോളു ഡേ അടുക്കളയിൽ നിന്ന് വന്നപ്പോഴും ഇഞ്ഞു വന്ന കൂടെ. രാവിലെ മുല്ലപ്പൂവിൻ്റെ വാസന നല്ല. രാത്രി ഇവിടെ പുറത്തിറങ്ങുമ്പോൾ നല്ല വാസനയായിരിക്കും എൻ്റെ മണം. ഇത് രാവിലെ ഫോണെന്തോ കംപ്ലൈൻറ്റ്. ഈ പൂ കാണുമ്പോൾ പിച്ചി പോലെ ഇരിക്കണേ. മഴയത്തെല്ലാം അത് ചരിഞ്ഞു പോയി. ഇത് ഇത്രയും ഒരു കൊത്തായിട്ട് ഇങ്ങനെ ഇരിക്കണം. നല്ല ഭംഗി കാണാനല്ലേ. അയ്യോ, നല്ല പിച്ചി പോലെ ഉണ്ട്. ഇപ്പം ആദ്യമായിട്ടാണ് ഇവിടെ ഇതിൽ ഇത്രയും ഒരു ഇതിൽ അത്രയും പൂ പൂത്തത്. അതിന് വെള്ളം വീത്തിയിട്ട് 2 ദിവസമായി. കണ്ണം പോണതിന് മുമ്പ് പറയണം അതിൽ വെള്ളം വീത്താൻ. എൻ്റെ കൂടെ നടക്കണേ, എൻ്റെ കൂടെ. ചോറ് ഇന്നലെ രാത്രി വെച്ച് കൊടുത്ത് ചോറിരിക്കണേ, അത് കഴിക്കണില്ല. അടുത്ത് ഞാൻ ഇനി വേറെ ചോറ്, അവർക്ക് ചൂട് ചോറ് കൊടുക്കണം. അതുവരെ ഇങ്ങനെ നടക്കും എൻ്റെ ബാക്കിൽ നിന്ന്. മുറ്റം തൂക്കണം, മുറ്റം തൂത്തില്ല. മൺപ്ലാന്റ് അത്ര ചേട്ടാ അത്രയും കൂടെ ഇതായി. ഇനി വന്നിട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ അതിൽ പിടിച്ചിട്ട് ചിറ്റി അങ്ങ് വയ്ക്കും. വളരെ വളരെ കുഞ്ഞു കുഞ്ഞു എൻ്റെ കൂടെ നടക്കുന്നു. എൻ്റെ കാലിൽ തട്ടി. ഞാൻ പോണ ഇനി ചോറ് കൊടുക്കണവരെ എന്നെ നടക്കാൻ താമസിക്കൂല. ഞാൻ പോണേ, നീ വരണണ്ടാ? കൂടെ വരേണ്ട എൻ്റെ കൂടെ. ഞാൻ പോണില്ല, ഞാൻ അവിടെ ഇരിക്കണേ. ഇതാ ഞാൻ അവിടെ ഇരുന്ന്, ഞാൻ അടുക്കളയിൽ പോണെന്ന്. നീ അവിടെ ഇരുന്നാ, ഞാൻ പോണില്ല അടുക്കളയിൽ, ഞാൻ അവിടെ തന്നെ ഇരിക്കണേ. നീ ചോറ് ഉണ്ടാക്കി കൊടുക്കണത് വരെ എൻ്റെ കൂടെ നടക്കും. ഞാൻ രാവിലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് പോകണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച്. അവന് 7:30 ആകുമ്പോൾ പോകണം ക്ലാസ്സിന്. പിന്നെ കുറച്ചായതുകൊണ്ട് പിന്നെ ക്യാരറ്റ് അങ്ങനെ വേറെ ഒന്നും ഇട്ടില്ല. രാവിലെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി വെച്ച്. ഉണക്കമുളക്, ഉള്ളി അങ്ങനെയൊക്കെ തന്നെ ഇട്ട്. നമുക്ക് 2 പേർക്കും തന്നെയല്ല, അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കില്ല. ഇനി ഇന്നലത്തേൽ കുറച്ച് പഴം കഞ്ഞി ഇരിക്കണം, അപ്പം പിന്നെ ഇനി ഒഴിച്ച് വെക്കണം. ഉച്ചയ്ക്ക് വേണമെങ്കിൽ പഴം കഞ്ഞി കുടിക്കാമല്ലോ. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഞാൻ ഇപ്പം മിക്ക ദിവസവും പഴം കഞ്ഞി. അല്ലെങ്കിൽ നേരത്തെ കുടിക്കില്ലായിരുന്നു പഴം കഞ്ഞി. വണ്ണം വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പഴം കഞ്ഞി കുടിക്കില്ലായിരുന്നു. ഫോണ് അതിനെ പിടിക്കും കംപ്ലൈൻറ്റ്. വണ്ണം വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പഴം കഞ്ഞി കുടിക്കില്ലായിരുന്നു. ഇപ്പം പിന്നെ ചൂടായതുകൊണ്ടാണ് കുടിക്കണത് ചോറ്. ഉച്ചയ്ക്ക് തോന്നണമെങ്കിൽ കുടിക്കാം.
ഇന്നലത്തെ മീൻ കറി ഇരിക്കണം. ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ. ഉച്ചയ്ക്ക് കുടിക്കാൻ തോന്നണമെങ്കിൽ കുടിക്കാം. മാങ്ങ അച്ചാറുണ്ട്. എന്നാണ് ഇട്ട് വെച്ച മാങ്ങ അച്ചാർ വയ്ക്കുന്നത്. അങ്ങനെ ഇഞ്ഞു വന്ന് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ഇഞ്ഞു വന്ന അവള്. ഇനി എൻ്റെ ബാഗിൽ നിന്ന് കാലിൽ തട്ടി തട്ടി എന്നെ നടക്കാൻ താമസിക്കാതെ നടക്കാം. നീ അവിടെ ഇരുന്നോ? ഇവിടെ ഇന്നലെ തൂത്തില്ലേ വീട്, അങ്ങനെ അതുകൊണ്ട് ഇന്ന് വീടൊക്കെ തൂക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇന്ന് ചൂട് സമയമല്ലേ, അപ്പം ജനൽ വാതിലൊക്കെ തുറന്നിടുമല്ലോ, എങ്കിലും റൂമിൽ വെളിച്ചം വരുള്ളൂ. നമ്മൾ ഇത് എപ്പോഴും പിന്നെ റൂമിൻ്റെ അകത്ത് വെളിച്ചം വന്നാൽ അങ്ങനെ പല്ലിയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും വരില്ല. വെളിച്ചം പകലുള്ള വെളിച്ചം റൂമിൻ്റെ അകത്ത് വരണം. പിന്നെ ഇവിടെ വീട് വെച്ചപ്പോഴേ ഇങ്ങനെ സ്ലാവ് മുകളിൽ വരുമല്ലോ, അപ്പോൾ ആദ്യം എനിക്കിഷ്ടമല്ലായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടാണ് വേണ്ടെന്ന് വെച്ചത്. അപ്പുറത്തെ റൂമിൽ വെച്ച് ഇവിടെ നമ്മളെ റൂമിൽ വേണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പല്ലിയൊക്കെ വന്നിരിക്കുമല്ലോ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. കർട്ടനൊക്കെ ഇവിടെ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ റൂം നല്ല ഫ്രീ ആയിട്ട് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം. ഫോൺ ഇവിടെ വെച്ചിട്ട് ഫോൺ ഞാൻ ഇവിടെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട്, അല്ലാതെ അത് ശരിയാകുന്നില്ല. അപ്പം പിന്നെ എന്താ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ തൂക്കാനോ അതിനും പറ്റുന്നില്ല. ചേട്ടൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നാൽ അത് ശരിയാണില്ല. ഇങ്ങനെ പൈപ്പ് വെച്ചിട്ടുണ്ടാക്കി, അതിൻ്റെ ഇതെല്ലാം ഇത് ഇളകിപ്പോയി. അവൻ വിചാരിച്ച് അതിൽ തന്നെ വെച്ചിരിക്കണേ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എണീറ്റ് ഇരുന്ന് എൻ്റെ മുഖം കാണാൻ പറ്റില്ല. അപ്പം പിന്നെ ഇവിടെ ഇനി കട്ടിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. എന്നെ കാണുന്നുണ്ടോ എന്താ അറിയില്ല. തൂക്കട്ടെ. അങ്ങനെ ഇവിടെ നമ്മളെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് എല്ലാവരും വീട്ടിലിടുന്ന ഡ്രസ്സ് വല്ലാത്തതിൽ വയ്ക്കും. ഞാൻ വീട്ടിലിടുന്നത് അലമാരക്കകത്ത് വെച്ചിട്ട് പിന്നെ എന്താന്ന് എവിടെയെങ്കിലും പോകുമ്പോഴത്തെ ഡ്രസ്സ് ഈ പെട്ടിയിൽ വയ്ക്കുക. ഇത് നമ്മൾ ഗേൻഡർ വാങ്ങിച്ചപ്പം കിട്ടിയ അത് നമ്മൾ പുത്തൻതോപ്പ് താമസിച്ചപ്പം അവിടെയുള്ള ചേച്ചി തന്നത് അവരുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ നിന്നപ്പം തുണി വയ്ക്കാൻ വേണ്ടി പെട്ടിയില്ലാത്തതുകൊണ്ട് അവർ തന്നത്. അത് ഞാൻ കളയാതെ വെച്ചിരിക്കുന്നു 8-9 വർഷം കഴിഞ്ഞ്. അങ്ങനെ ഈ റൂം ക്ലീനായില്ല. അപ്പോൾ കണ്ട ഇവിടെ ഇങ്ങനെ ഒന്നും വെച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും പല്ലിയൊക്കെ വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എല്ലാം തൂത്ത് എല്ലാം ക്ലീൻ ചെയ്ത്. അവിടെ തലകണിയില്ല, തലകണി ഞാൻ എടുത്ത് അങ്ങ് കൊണ്ടുവച്ചിരിക്കണം. അവിടെ TV കണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ അപ്പുറത്തെ റൂമിൽ പോകാം. ഇത് നമ്മളെ ബാത്റൂം. ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂം തുറന്ന് പറ്റില്ല.
ഇത് നമ്മൾ കന്യാകുമാരിയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഈ കണ്ണാടി. ഒരു വർഷമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നമ്മൾ 2023 കന്യാകുമാരി പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ കണ്ണാടി, ശംഖിൻ്റെ കണ്ണാടി. ഇവിടെ പിള്ളേരെ റൂമിൽ അവൻ എല്ലാം കുളമാക്കിയിട്ടിട്ട് ഇരിക്കണം. അവൻ കിടന്ന് മൊബൈലിൽ ഗെയിം കളിച്ച് മൊബൈൽ നോക്കി നോക്കി രാവിലെ ആകുമ്പോൾ അവൻ കിടക്കണ കട്ടിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ട് പോകും. ഇനി ഞാൻ ക്ലീൻ ഒതുക്കി എടുക്കണം. എല്ലാം ഞാൻ ഒതുക്കി പറക്കി ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇനി അവൻ വൈകുന്നേരം വന്നിട്ടാവും പിന്നെ എല്ലാം അവൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൊലക്കും, കാലിട്ട് ചവിട്ടി മറിച്ച് അങ്ങനെ ഇവിടെയും തൂത്ത് ക്ലീൻ ചെയ്ത് എല്ലാ റൂമും ഇനി ക്ലീൻ ചെയ്യണം. അങ്ങനെ തൂക്കണം എടുക്കണ്ടല്ലോ, അത് പാറല്ലേ എപ്പോഴും ആകുമ്പോൾ അതാണ് എടുക്കാത്തത്. ഇങ്ങനെ ഇനി ഹാളൊക്കെ തൂത്തിട്ട് പൊടിയൊക്കെ അടിച്ചിരിക്കുന്ന കേട്ടോ കുറേ ദിവസമായി. അങ്ങനെ ഇവിടെ അങ്ങനെ നേരത്തെ ഇത് 2 വെച്ചിരുന്നില്ലേ ഇത്. അപ്പം പിന്നെ ഇപ്പോൾ ഒരു ചെടിയുടെ ആയി ചേട്ടൻ കൊണ്ടുവന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്റ്റെപ്പിൽ ചെടിയൊക്കെ വയ്ക്കണത്. വേറെ ചട്ടിയൊക്കെ വാങ്ങി വെക്കണേ, അതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കണം. ഇപ്പം ഇരുന്ന ചട്ടിയിൽ ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ ഇവിടെ കുറേ ദിവസമായി തുടച്ചിട്ട്. അങ്ങനെ നല്ല പൊടിയൊക്കെയാണ്. ഇത് നമ്മൾ വേളാങ്കണ്ണിയിൽ പോയപ്പോൾ വാങ്ങിച്ചു അവിടെ നിന്ന്. എന്നിട്ട് അവിടുത്തെ കിണറ്റിലുള്ള വെള്ളമാണ് കേട്ടോ ഇതിൻ്റെ അകത്തിരിക്കണ മാതാവിൻ്റെ ഇതിൻ്റെ ടിന്നിലിരിക്കണ അവിടെ ഒരു കിണറ്റിൽ നിന്ന്. അവിടെ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ആ കിണറ്റിൽ നിന്ന് അവർ വെള്ളം ഇങ്ങനെ ഒരാൾ നിന്നിട്ട് വീട്ടിത്തരും. അങ്ങനെ അതിൽ വാങ്ങിച്ച് വെച്ചിരിക്കണം. കുറേ ദിവസമായി നടച്ചിട്ട്. ഇതെൻ്റെ ചേട്ടൻ്റെ പോട്ട്. അത് ഇവിടെ വെച്ചിരുന്ന് അങ്ങോട്ട് വെച്ചിരുന്നു. അപ്പോൾ കാറ്റടിച്ച് വന്ന് വീഴുന്ന ഇത് പൊട്ടിപ്പോയി. അവിടെ ഇങ്ങനെ പൊട്ടിപ്പോയി. ഇത് മൊബൈലിൽ ഇങ്ങനെ കിടന്ന ഫോട്ടോ കൊടുത്തിട്ട് ചെയ്തതാണ്, ഇങ്ങനെ കൊണ്ടുകൊടുത്ത്. അതാണ് അത് ചേട്ടൻ്റെ കൈ അങ്ങനെ ഇരിക്കണം. അത് പൊടി മൊത്തം പൊടി കുറേ ദിവസമായി ഞാൻ തുടച്ചിട്ട്. ഇപ്പം കാറ്റ് മഴയത്താണെങ്കിൽ കൂടുതൽ പൊടി വരില്ലല്ലോ. അങ്ങനെ ഇത് പണ്ടത്തെ പോട്ട, പണ്ടത്തെ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ മണി പ്ലാന്റൊക്കെ അതാ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കണം. ഇടയ്ക്ക് കുപ്പി ഇരിക്കുന്ന വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം എടുത്ത് അങ്ങനെ ക്ലീൻ ചെയ്ത് ആ ഇലയൊക്കെ കഴുകിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ഇല കഴുകി നല്ല ഇതായിട്ട് വയ്ക്കുമ്പോൾ ഇതിലെന്തെങ്കിലും പൊടിയൊക്കെ ഇരിക്കണമെങ്കിൽ അങ്ങ് പോവും. അങ്ങനെ കഴുകി വയ്ക്കാം. ഇനി ഇവിടെ മൊത്തം വെക്കണമെന്നുണ്ട്. എൻ്റെ ഇത് കെട്ടിയിട്ട് ഇതേപോലത്തെ കുപ്പിയാകുമ്പോൾ കൊള്ളാം, നല്ല കട്ടിയുള്ള നല്ല കുപ്പി. ഞാൻ കോവിലിൽ രാവിലെ പോകുമ്പോൾ അവിടെ റോട്ടിൽ കിടക്കണേ ഒരു കവർ ഇവിടെ കൊണ്ടുപോകും. തിരിച്ച് നടന്നില്ലേ വരും. അങ്ങോട്ട് പോകുമ്പോൾ എടുക്കില്ല, കോവിലിൽ പോകണമല്ലേ, ആളുകൾ ഇത് കുടിച്ചിട്ടിരിക്കണല്ലേ. അതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ ഒരു കവർ കൊണ്ടുപോയി ഇവിടെ വെച്ചിരിക്കുക. നല്ല കുപ്പി കാണണതിൻ്റെ അന്ന് ആ കവറിലിട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇന്ന് ഞാൻ ചോറൊന്നും വെച്ചില്ല, ഇന്നലത്തെ പഴം കഞ്ഞിരിക്കുന്നത്. അപ്പം വൈകിട്ടേക്ക് രാത്രിത്തേക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ എല്ലായിടം തൂത്ത് ക്ലീൻ ചെയ്ത് സംസാരിച്ചിരുന്നപ്പം കട്ടായിപ്പോയി കേട്ടോ. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. 2000 ആവാൻ ഞാൻ കാത്തിരുന്നു. എത്ര ദിവസം കൊണ്ട് കാത്തിരിക്കണമെന്ന് അറിയാമോ. അങ്ങനെ എന്താ പറയാൻ, ഭയങ്കര വലിയ സന്തോഷമായി. നമുക്ക് 2000 അതൊരു ചെറിയ ഇതൊന്നുമല്ല, നമുക്ക് ഇത് വലിയ ഇതായിരുന്നു. എത്ര ദിവസമായി വെയിറ്റ് ചെയ്തിരിക്കണേ. അതുകൊണ്ട് എല്ലാവരും നമ്മൾ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം.